ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 104. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. റെസീഫ്, പെർണാബുക്കോ, ബ്രസീൽ, ഫെബ്രുവരി 17, 1988. ആഷ് വെനസ്ഡേ ആൻഡ് ദ ബിഗിനിങ് ഓഫ് ലെൻറ്റ്. 374. മാനസാന്തരപ്പെട്ട് കർത്താവിങ്കലേക്ക് തിരികെ വരിക. എൻ്റെ ശത്രുവിൻ്റെ കെണിയിൽ വീണിരിക്കുന്ന ഈ രാജ്യത്ത് ഈ അന്ത്യകാലഘട്ടത്തിൽ എൻ്റെ അനേക മക്കൾ സാത്താൻ്റെ വാഴ്ചയുടെ ഉപകരണങ്ങളായി മാറിയിരിക്കുന്നു. അവൻ ഭൂമിയിലെ എല്ലാ രാഷ്ട്രങ്ങളെയും അവൻ്റെ അശുദ്ധതയുടെയും മോഹത്തിൻ്റെയും കാസയാൽ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ ആവർത്തിച്ചിട്ടുള്ളതും മനഃപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതുമായ പ്രത്യേക ക്ഷണം ഞാൻ വീണ്ടും പുതുക്കുന്നു. മാനസാന്തരപ്പെട്ട് ആത്മാർത്ഥമായ പശ്ചാത്താപത്തിൻ്റെ വഴിയിൽ കൂടി കർത്താവിങ്കലേക്ക് തിരികെ വരികയും വ്യക്തിപരമായി നിങ്ങളുടെ പാപങ്ങൾ വൈദികനോട് പറഞ്ഞ് കുമ്പസാരിക്കുകയും ചെയ്യുക. മാനസാന്തരപ്പെട്ട് പാപത്തിൽ നിന്നും ഓടി അകലുവാനും പാപത്തിൽ വീഴാനിടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ബോധപൂർവവും ഗൗരവവഹവുമായ തീരുമാനത്തിൻ്റെ പാതയിൽ കൂടി നിങ്ങൾ കർത്താവിലേക്ക് തിരികെ വരിക. മാനസാന്തരപ്പെട്ട് ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും വഴിയിൽ കൂടി കർത്താവിങ്കലേക്ക് മടങ്ങുക. ഈ മരിയൻ വർഷത്തിൻ്റെ വലിയ നോമ്പ് കാരണം സമാരംഭിച്ചിരിക്കുകയാണ്. പരസ്പര സ്നേഹത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പ്രവൃത്തികൾ കൂടി ചെയ്യാൻ എനിക്കായി ഓരോരുത്തരും തിരുസഭ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്ന സമയമാണിത്. എനിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ വർഷത്തിൻ്റെ നൊയമ്പുകാലം നന്നായി ചെലവഴിക്കുവാൻ നിങ്ങളുടെ സ്വർഗീയ മാതാവായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. മാനസാന്തരപ്പെടുവാനായി മാനവരാശിക്ക് കൊടുത്തിരിക്കുന്ന സമയപരിധി ഏതാണ്ട് കഴിയാറായിരിക്കുന്നു. ആയതിനാൽ മനുഷ്യവർഗം മുഴുവൻ്റെയും രക്ഷയ്ക്കായുള്ള എൻ്റെ ഉത്കണ്ഠാകുലമായ ക്ഷണം അടിയന്തരമായി സ്വീകരിച്ച് ഞാൻ ആവശ്യപ്പെടുന്നവയ്ക്ക് നിങ്ങൾ ചെവി കൊടുക്കുക. ആദ്യമായി ഞാൻ ആഗ്രഹിക്കുന്നത് സാത്താനെയും അവൻ്റെ എല്ലാ ദുഷ്പ്രവൃത്തികളെയും ലോകത്തെയും അതിൻ്റെ വഴിപിഴച്ച വിവിധ മാർഗങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ ശക്തിയാർജിച്ചുകൊണ്ട് ദൈവപ്രസാദത്തിൽ നിലനിൽക്കുവാനുള്ള ചുമതല ഏറ്റെടുക്കുക എന്നതാണ്. ശുദ്ധതയുടെയും സ്നേഹത്തിൻ്റെയും കൂടുതൽ വിശുദ്ധിയുടെയും മാർഗത്തിൽ നിങ്ങൾ നടക്കുക. ഇന്ദ്രിയ നിഗ്രഹവും പ്രായശ്ചിത്തവും ഇനിയും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പാപമാർഗത്തിൽ സ്ഥിരമായി ജീവിക്കുക വഴി സാത്താൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന നിരവധിയായ സഹോദരന്മാരുടെ രക്ഷയ്ക്കായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ചെറുതെങ്കിലും രഹസ്യമായ ഇന്ദ്രിയ നിഗ്രഹങ്ങൾ ദിവസേന എൻ്റെ വിമല ഹൃദയത്തിന് ഒരു കിരീടമായി കാഴ്ചവെക്കുക. കടശിയായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: നിങ്ങളുടെ ഹൃദയ പരിശുദ്ധിയുടെയും ജീവിത വിരക്തിയുടെയും വഷളാക്കാനിടയുള്ള സാഹചര്യങ്ങളിൽ നിന്നും വിദൂരത്തിലായിരിക്കുവാൻ ശ്രമിക്കണം എന്നാണ്. പാപത്തിൻ്റെയും അശുദ്ധിയുടെയും അന്ധകാരം പരത്തുന്നതും എൻ്റെ ശത്രുവിൻ്റെ കയ്യിൽ ശക്തമേറിയ ഉപകരണങ്ങളുമായ ടെലിവിഷൻ സെറ്റുകളുടെ മുൻപിൽ നിങ്ങൾ സമയം പാഴാക്കരുത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ആരാധിക്കുന്നതിനായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതും വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുന്നതുമായ വിഗ്രഹമാണ് ടെലിവിഷൻ. മാത്രമല്ല, പിശാചിൻ്റെ കയ്യിലെ മാർഗഭ്രംശത്തിൻ്റെയും പിന്തിരിപ്പൻ മാർഗത്തിൻ്റെയും ഭയാനക ഉപാധിയായി പിശാച് അതിനെ ടെലിവിഷനെ രൂപവും ഭാവവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതിൽ പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുന്ന പക്ഷം നിങ്ങൾ എൻ്റെ കൈകളിൽ ശക്തിയേറിയ മാധ്യസ്ഥത്തിൻ്റെയും പരിഹാരവും കണ്ടെത്തും. എങ്കിൽ മഹത്വപൂർണവും ഭയാജനകവുമായ നീതിപൂർണവും പരിശുദ്ധവുമായ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സന്നിഹിതനായി ദൈവത്തിൻ്റെ സ്വർഗീയ കാരുണ്യത്തിനായി യാചിക്കുന്നതായിരിക്കും. ഓ കർത്താവേ, അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തോട് അങ്ങ് പൊറുക്കണമേ. മാത്രമല്ല, നിങ്ങളുടെ മാനസാന്തരത്തിനായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയപരിധിക്ക് മുൻപ് തന്നെ ഈശോയുടെ സ്നേഹകാരുണ്യത്തിൻ്റെ വിജയസൂചനകൾ നിങ്ങളുടെ സ്വർഗീയ മാതാവായ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രഥമ അസാധാരണ ഇടപെടലായി കാണുവാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇടയാകുന്നതാണ്. സാവോ പോളോ, ബ്രസീൽ, ഫെബ്രുവരി 25, 1988.
spiritual exercise in form of cenacle with the priests and the faithful of MMP from Old Brazil. 375. എൻ്റെ മാതൃസന്ദേശം. വലിയ രാഷ്ട്രത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്ന എനിക്കതീതമായ സ്നേഹമുള്ളവരും എൻ്റെ അഭിഷിക്ത മക്കളുമായവരെ, എൻ്റെ ദുഃഖാർത്ഥമായ ഹൃദയം നിങ്ങൾ മുഖാന്തരം സമാശ്വസിപ്പിക്കപ്പെടുകയാണെന്നറിയുക. ജെറുസലേമിൽ വെച്ച് അപ്പോസ്തലന്മാരും ശിഷ്യഗണങ്ങളും ഒത്തുകൂടിയ പ്രാർത്ഥനാ ജാഗരണത്തിലെന്ന പോലെ ഞാൻ നിങ്ങളുടെ മധ്യേ സന്നിഹിതയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുമായി ഞാൻ ഐക്യപ്പെടുന്നു. നിങ്ങളുടെ സാഹോദര്യവും പങ്കുവെക്കലുമായി ഞാനിതാ യോജിക്കുന്നു. എൻ്റെ ശത്രുവിൻ്റെ കെണിയിൽ വളരെ അധികമായി വീണിരിക്കുന്നതും എന്നാൽ നിങ്ങളുടെ സ്വർഗീയ മാതാവിനാൽ വളരെയധികം സ്നേഹിക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതുമായ ഈ ബ്രസീൽ രാജ്യം മുഴുവനും എൻ്റെ മാതൃദൗത്യം നിങ്ങളുടെ പ്രാർത്ഥനായോഗം വഴിയായി കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുസഭയിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സ്ഥിതിയെ ഓർത്ത് എൻ്റെ ഹൃദയം അതിയായി വേദനിക്കുന്നു. അത് തിരുസഭ ആന്തരികമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥ വിശ്വാസമില്ലായ്മയാൽ അത് ഭീഷണി നേരിടുന്നു. പല വിശ്വാസവിരുദ്ധമായ പ്രമാണങ്ങളും അതിനുള്ളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരിതസ്ഥിതിക്കുള്ള കാരണം ഇടയന്മാർ, മെത്രാന്മാർ മാർപ്പാപ്പയുമായി ഐക്യപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. അവരുടെ താൽപ്പര്യം പൂർണ്ണമായി സാമൂഹ്യ പ്രശ്നങ്ങളുടെ മാതൃക മാത്രമാകിയാൽ യേശുക്രിസ്തു അവർക്ക് വേണ്ടി കുരിശുമരണം വരിച്ചതും പുനരുദ്ധാനം ചെയ്തുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയും രക്ഷയുടെ മഹത്തായ ദാനവും അവർക്കായി നേടിക്കൊടുത്തതും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്തുവിനെയും സുവിശേഷത്തെയും യഥാർത്ഥത്തിൽ ഒറ്റുകൊടുക്കുന്ന വിമോചന ദൈവശാസ്ത്രം പഠിപ്പിക്കൽ കൂടുതൽ വിശാലമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സഭയിലെ മെത്രാന്മാരും വൈദികരും മാർപ്പാപ്പയുമായി സമ്പൂർണ്ണ ഐക്യത്തിലേക്ക് തിരികെ വരേണ്ടിയിരിക്കുന്നു. ഈശോ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയ സത്യമായ പഠനത്തിലേക്ക് നിങ്ങൾ സധൈര്യമായും വിശ്വസ്തയോടും കൂടി തിരികെ വരിക. സുവിശേഷം അതിൻ്റേതായ പരിശുദ്ധിയിൽ പ്രഘോഷിക്കപ്പെടുകയും നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണത്തെ സൂക്ഷിക്കുകയും ചെയ്യുക. തിരുസഭയെ അലട്ടുന്ന വിശ്വാസരാഹിത്യം നിങ്ങളുടെ ഈ രാജ്യത്ത് നടമാടുന്നു. അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും തിന്മയുടെയും അസന്മാർഗീയത്വത്തിൻ്റെയും പ്രചാരം നിങ്ങളുടെ മാതൃരാജ്യത്തെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് കഠിനതരങ്ങളായ സന്മാർഗ ഭ്രംശന പ്രവർത്തികൾ അനുവദിക്കുകയും ന്യായീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അശുദ്ധിയെ ഉയർത്തിക്കാട്ടുകയും ആയത് സാമൂഹ്യ വാർത്താമാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുകയും ചെയ്യുകയാൽ അന്ധകാരത്തിൻ്റെ ഒരു തിരസ്കരണി എൻ്റെ പല മക്കളുടെയും ആത്മാക്കളെയും അന്ധമാക്കിയിരിക്കുന്നു. മാനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പാതയിലൂടെ കർത്താവിലേക്ക് ഒരു പൊതു തിരിച്ചുവരവ് നടത്താനാവാത്ത പക്ഷം ഒരു മഹാശിക്ഷ നിങ്ങളുടെ ഈ രാജ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. പ്രതിഷ്ഠയുള്ള നിങ്ങളുടെ പ്രതികരണവും പ്രാർത്ഥനയും എൻ്റെ വിമല ഹൃദയത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെട്ടതുപോലെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരാകുവാൻ കൂടുതലായി എൻ്റെ മക്കളെ കൊണ്ടുവരിക. ഈ സെനക്കിളിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എൻ്റെ വിമല ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തുന്നതിനുള്ള പ്രേക്ഷിതരായി ബ്രസീൽ മുഴുവനും പ്രവർത്തിക്കുക. പ്രാർത്ഥനാ യോഗങ്ങളെ ഇരട്ടിപ്പിക്കുക. അതിലുപരിയായി രക്ഷയുടെ ഒരു വല എന്ന പോലെ കുടുംബ പ്രാർത്ഥനാ യോഗങ്ങൾ പ്രചരിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്നുദ്ഭവിക്കുന്ന പ്രകാശരശ്മികളായി തീർന്നുകൊണ്ട് ഘോരാന്ധകാരത്താൽ നിറഞ്ഞിരിക്കുന്ന ബ്രസീലിനെ നിങ്ങൾ വഴി പ്രകാശമാനമാക്കുക. എൻ്റെ വിജയത്തിൻ്റെ ഉപകരണങ്ങളാണ് നിങ്ങൾ എൻ്റെ മാതൃവിജയത്തിൻ്റെ അടയാളങ്ങളായി തീരുക. അങ്ങനെ എന്നെ ശ്രവിച്ച നിങ്ങൾ മുഖാന്തരമായി നിങ്ങളുടെ സ്വർഗീയ മാതാവ് നിങ്ങളുടെ സഭയ്ക്കും നിങ്ങളുടെ രാജ്യത്തിനും രക്ഷയും സമാധാനവും തന്നനുഗ്രഹിക്കുന്നതാണ്. സാൻ മാർക്കോ, ഉഡ്നിൻ, ഇറ്റലി, മാർച്ച് 22, 1988, 376. മാതാവിൻ്റെ മഹിമ. നിൻ്റെ ജന്മദിനമായി ഇന്ന് എൻ്റെ വിമല ഹൃദയത്തിലുള്ള ആത്മപ്രതിഷ്ഠ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഞാൻ നിൻ്റെ ഹൃദയത്തെ സ്വീകരിച്ച് എൻ്റെ മാതൃപൂവാടിയിൽ അഗാധതയിലേക്ക് കൊണ്ടുവരികയും അതിനെ സ്നേഹത്താൽ എരിയുന്ന തീച്ചോളയായ എൻ്റെ ദിവ്യകുമാരൻ്റെ തിരുഹൃദയത്തിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. നിൻ്റെ ഹൃദയം ഇപ്പോൾ പൂർണ്ണമായും ഞങ്ങളുടേതായി തീർന്നിരിക്കുന്നു.
മാത്രമല്ല അതിനെ ഞങ്ങൾ ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ തികവാർന്ന ഉപകരണമാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നും കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സ്നേഹിക്കുക. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നിൻ്റെ സ്നേഹത്തിൻ്റെ പരിശുദ്ധിയുടെയും ഉഗ്രതയെയും മാറ്റൊന്നും തടസ്സപ്പെടുത്താൻ ഇടയാകാതിരിക്കട്ടെ. പരമപരിശുദ്ധ ത്രിത്വത്തെ സ്നേഹിക്കുക. പുത്രനെ അനുകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനം സ്വീകരിച്ചും കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുക. ഈശോയുടെ ദിവ്യഹൃദയം കൊണ്ട് നിങ്ങളുടെ സഹോദരന്മാരെയും പ്രത്യേകിച്ച് നിസ്സാരരെയും സാധുക്കളെയും ഏറ്റവും താഴ്ന്നവരെയും നിരാശരെയും ദാരിദ്ര്യരേഖത്തിൽ കഴിയുന്നവരെയും പാപികളെയും സ്നേഹിക്കുക. നീ എൻ്റെ മാതൃനിർവിശേഷമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മിന്നിത്തിളങ്ങുന്ന രശ്മികളായിരിക്കണം. നിന്റെ സഹോദര വൈദികരെ സ്നേഹിക്കുക. പ്രത്യേകിച്ച് ക്ഷീണിതരെയും ബലഹീനരെയും വീഴ്ച ഭവിക്കുന്നവരെയും വൈകാരിക ചങ്ങലയിൽ പ്രത്യേകിച്ച് ഗർഭിൻ്റെയും അശുദ്ധിയുടെയും ബന്ധനങ്ങളിൽ കഴിയുന്നവരെയും സ്നേഹിക്കുക. അവർക്ക് വേണ്ടി ഓരോ ദിവസവും മൗനവ്രതം, ഗുപ്തവാസം, വിനയം, വിധേയത്വം എന്നിവയിൽ നിന്നെ തന്നെ സ്വയം ബലി കഴിക്കുക. എല്ലാ വൈദികരുടെയും രക്ഷയ്ക്കും നന്മയ്ക്കുമായി എന്നെപ്പോലെ മാധുര്യവും ശാന്തതയും നിറഞ്ഞ ബലിവസ്തുക്കളായിത്തീരുക. ഒരിക്കൽ പോലും തളരാതെ സദാ സ്നേഹിക്കുക. സ്നേഹത്താൽ മാത്രം പ്രേരിതമായിട്ടേ ഓരോന്നും ചെയ്യാവൂ. എനിക്കായി നീ നടത്തുന്ന യാത്രയും സ്നേഹത്തിൽ പ്രചോദിതമാകട്ടെ. നീ ചുമക്കുന്ന കുരിശും സ്നേഹത്തിൽ നിന്നുള്ളതായിരിക്കണം. നീ ചെയ്തു തീർക്കേണ്ട ജോലിയും സ്നേഹത്തിൽ നിന്നായിരിക്കണം. നീ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനായോഗങ്ങളും സ്നേഹത്തിൽ നിന്നുള്ളതാകട്ടെ. നിന്റെ രാജ്യാന്തര യാത്രയും സ്നേഹത്താലായിരിക്കട്ടെ. വിദൂര ഭൂഖണ്ഡങ്ങളിൽ എത്തിച്ചേരുന്നതിനും സ്നേഹപ്രചോദിതമായിരിക്കട്ടെ. നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്ന പ്രാർത്ഥനയും സ്നേഹത്തിലധിഷ്ഠിതമായിരിക്കട്ടെ. നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ദൈനംദിന സഹനങ്ങൾ സ്നേഹത്താൽ പ്രചോദിതമാകട്ടെ. നിന്നെ അലട്ടുന്ന ബുദ്ധിമുട്ടുകളെ സ്നേഹത്തോടുകൂടി നേരിടുക. നീ പരിക്ഷീണിതനായി നിലംപരിശാകുന്നതും സ്നേഹത്തോടെ ആയിരിക്കട്ടെ. നിന്നെ എളിമപ്പെടുത്തുന്ന പരിമിതികൾ സ്നേഹത്തിൽ ആയിരിക്കട്ടെ. നിന്നെ അനുധാവനം ചെയ്യുന്ന ന്യൂനതകളെ സ്നേഹത്തോടെ അഭിമുഖീകരിക്കുക. നീ എനിക്ക് നൽകുന്ന നിന്റെ ജീവിതം മുഴുവൻ സ്നേഹത്താൽ ആയിരിക്കട്ടെ. എങ്കിൽ മാത്രമേ ഇഹത്തിൽ നീ മാതാവിൻ്റെ മഹിമയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിന്നെ ഭരമേൽപ്പിക്കുന്ന ദൗത്യനിർവഹണം നിനക്ക് സാധ്യമാകൂ. അങ്ങനെ മാത്രമേ മഹത്വമേറിയതും അനിതര സാധാരണവുമായ എൻ്റെ അത്ഭുതങ്ങളുടെ പൂവാടിയിൽ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ചെയ്തികളെയും പൂമിട്ട് വിരിക്കുന്നതിനിടയാകൂ. എൻ്റെ പ്രിയ പാപ്പായോടും എൻ്റെ പ്രിയപ്പെട്ട വൈദികരോടും എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട എല്ലാ മക്കളോടും ഐക്യപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ആശീർവദിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോ നമ്മളെ കാത്ത് സംരക്ഷിക്കുകയും പരിശുദ്ധ അമ്മ അതിന് നമുക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അമ്മ ആവശ്യപ്പെട്ടതുപോലെ എല്ലാ പ്രവൃത്തികളും സ്നേഹത്തിൽ നിന്ന് ആരംഭിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അതിനുവേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും കൂടുതൽ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യാനും എല്ലാ പ്രവൃത്തികളും സ്നേഹത്തിൽ നിന്നായിരിക്കുവാനും നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ഈശോയുടെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.